ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടി ഇപ്പം ഫ്ലവർ ചെയ്യുന്ന സീസണാണ്. ശരിക്കും സെപ്റ്റംബറിൽ ഒക്ടോബറിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അല്ലാത്തപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പോഴാണ് കൂടുതലുണ്ടാവും. കണ്ടു, ഒരുപാട് സ്പൈക്കുകൾ പിന്നെ പോട്ടിൽ വെച്ചിരിക്കുന്നതിലാണ് ഇത്രയും സ്പൈക്കുകൾ വന്നിരിക്കുന്നത്. കണ്ടു, ഒരു 5-6 സ്പൈക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ നിറയെ ഫ്ലവറും ഉണ്ട്. അപ്പം ഞാനിന്ന് ഈ പോട്ടിലുള്ള ഈ ചെടിയെ റീപോട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ ഇലകളിലൊക്കെ ഇങ്ങനെ ഒരു പുള്ളി ആയിട്ട് കറുപ്പ് കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വേരുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് അതെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതിപ്പോൾ നിറഞ്ഞിരിക്കല്ലേ, അപ്പോൾ ഈ ചെടികളെ സെപ്പറേറ്റ് ചെയ്യാനും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അതിന് നമുക്ക് നല്ല പോട്ടി മിക്സ് വേണം. പോട്ടി മിക്സ് എന്ന് പറയുമ്പം മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് അതിൽ കരിയില പൊടിച്ചതും കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്താൽ നമ്മുടെ പോട്ടി മിക്സറായി. ഇപ്പം എപ്പോഴും ചാണകമൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ മുൻപുണ്ടായിരുന്ന ചെടിച്ചട്ടിയിലുള്ള കുറച്ച് മണ്ണും കൂടെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനായിട്ട് നല്ലപോലെ നോക്കിയതിന് ശേഷം കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ മിക്സ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് സാഫോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് പൗഡറോ ചേർത്ത് മിക്സ് ചെയ്ത് പോട്ടി മിക്സറാണ് നമ്മളതിന് എടുക്കുന്നത്. അത് കൂടാതെ നമ്മുടെ തേങ്ങ പൊതിച്ച ചകിരിയെ ഞാനിതുപോലെ കുറച്ച് ദിവസം മഴയത്തും വെയിലത്തൊക്കെ ഇട്ട് അതിൻ്റെ കറിയൊക്കെ പോയതിന് ശേഷം അതിനെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ വേരോടുന്നതിന്, അതായത് പെട്ടെന്ന് ഇലകളും ഒക്കെ ഉണ്ടാകുന്നതിന്, ചെടി നന്നായിട്ട് പിടിക്കുന്നതിന് സഹായമാണ് ഈ ചകിരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. പോട്ടി മിക്സ് ഇടുന്നതിന് മുൻപായിട്ട് പോട്ടിൻ്റെ അടിയിൽ ഈ ചകിരി പീസൊക്കെ ഇടും. കൂടാതെ ഇതാണ് സാഫ്, അതായത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ അതിനെ തടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതാണ് ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള ഈ സാഫ് എന്ന് പറയുന്ന പൗഡർ. അപ്പോൾ സാഫ് ഒരു സ്വല്പം, അതായത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. ഒരു നുള്ളെന്ന് തന്നെ പറഞ്ഞാൽ മതി, ഒരു പോട്ടിൽ അത്രയും ഇട്ടാൽ മതി. അപ്പോൾ ഈ 2 ചെടികളാണ് ഞാനിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ പോട്ടുകളിലേക്ക്, അതായത് ഒരു 7-8 പോട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ 2 ചെടികളെയും, അതായത് എൻ്റെ കയ്യിലുള്ള റെയർ കളേഴ്സാണ് ഈ ഓറഞ്ച് റെഡും അതുപോലെ ഈ യെല്ലോ ഷെയ്ഡും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വേറെ വേറെ പോട്ടിലേക്ക് ആക്കി വയ്ക്കാം. പിന്നെ ഇതിന് വളമായിട്ട് ഞാൻ കൊടുക്കുന്നത് NPK കൊടുക്കാറുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ NPK, അതല്ലെങ്കിൽ നമ്മളുടെ പഴത്തോല് എടുത്ത് കട്ട് ചെയ്ത് തിളപ്പിച്ച് ആറിയ ഇതിനകത്ത് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരിക്കാടി വെള്ളമോ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്യാറുണ്ട് ഇലകളിലും ചെടിയുടെ കടക്കിലൊക്കെ ആയിട്ട്. എന്ത് വളങ്ങളും ഈ 2 ആഴ്ചയിലൊരിക്കൽ കൊടുത്താൽ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവും. പിന്നെ മഴക്കാലത്ത് നനയൊക്കെ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് നമ്മൾ ഇടയിലെ സമയത്ത് വന്ന് നനയ്ക്കുമ്പോൾ ഒരുപാട് ചീയലുണ്ടാവാതെയും, മഴക്കാലത്ത് നല്ല ശ്രദ്ധ വേണം. മഴക്കാലത്ത് ഇറങ്ങി നോക്കി നമ്മൾ നനയ്ക്കേണ്ടാത്തതാണെങ്കിൽ പോലും താഴെ ഒരു ഇത് ഫംഗൽ പോലെ ഇങ്ങനെ വരും. അതുണ്ടെങ്കിൽ സാഫിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അത് ശരിയാകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. നന കൺട്രോൾ ചെയ്യണം. മഴയില്ലാത്ത സമയത്ത് നല്ലപോലെ വെള്ളം കൊടുക്കണം, 2 നേരം വെള്ളം കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് കൂടാതെ ഞാൻ ഈ ഗ്രീൻ കെയർ എന്ന് പറയുന്ന ഈ ഒരു വളം കൊടുക്കാറുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ മാറി മാറി കൊടുക്കും. NPK കൊടുക്കും, ഗ്രീൻ കെയർ കൊടുക്കും. പിന്നെ മിറക്കിൾ എന്ന് പറയുന്ന ഒരു പൗഡറുണ്ട്, യെല്ലോ കളറിൽ നല്ല മണമൊക്കെ ആയിട്ട്. ആ ഒരു ഇതും 1 സ്പൂൺ എടുത്ത് 1 സ്പൂൺ പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാറുണ്ട്. ഇതാണെങ്കിൽ ഈ ഗ്രീൻ കെയർ 5 ml 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയിലൊക്കെ തെളിച്ച് കൊടുക്കാം. അപ്പം ഈ കാണുന്ന ചെടികളൊക്കെ ഇതിൽ എനിക്ക് ഇലച്ചെടികളുണ്ട്, പൂക്കളുണ്ട്, ഓർക്കിഡുണ്ട്, ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, റോസ് ഉണ്ട്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ഞാനിതെല്ലാം അപ്ലൈ ചെയ്യും. അങ്ങനെ ഇന്ന ചെടികൾക്ക് ഇന്ന വളം എന്നൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇന്നിപ്പം ഗ്രീൻ കെയറാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ ചെടികൾക്കും ഗ്രീൻ കെയർ കൊടുക്കും. 2 ആഴ്ച കഴിഞ്ഞ് കൊടുക്കുന്ന NPK ആണെങ്കിൽ എല്ലാ ചെടികൾക്കും NPK കൊടുക്കും. അപ്പോൾ ആ രീതിയിൽ കൊടുക്കും. ഓരോ പോർഷനിൽ ഇപ്പം മതിലിരിക്കുന്ന ചെടികളുണ്ട്, അപ്പുറത്ത്
ഇരിക്കുന്ന ഗ്രൗണ്ട് ഓർക്കിഡുകളുണ്ട്, ഇപ്പുറത്തിരിക്കുന്ന ചെടികളുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന വളം നമ്മുടെ സമയത്തിനും അനുസരിച്ച് എവിടെയൊക്കെ അതൊക്കെ കൊടുത്തു എന്നുള്ളത് നമ്മൾ ഓർക്കണം മാത്രം. പൂക്കളുണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് വളപ്രയോഗം നടത്തണം. ഇലച്ചെടികൾ നമ്മൾ പിന്നെ ഷെയ്ഡിൽ വെക്കും. ഷെയ്ഡിൽ നിന്ന് ഇടയ്ക്ക് മാറ്റി കുറച്ച് വെളിച്ചമുള്ളിടത്തേക്ക് വെക്കണം. അതല്ലെങ്കിൽ അങ്ങനെ പ്ലേസ് മാറ്റി മാറ്റി വെച്ചാണ് അവയെ സംരക്ഷിക്കുക. അതുപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വെള്ളം കൊടുക്കണം. ഈർപ്പം കുറവുള്ളതിന് നനവ് കൂടുതൽ കൊടുക്കണം. ആ രീതിയിൽ നമ്മൾ സംരക്ഷിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം കാണിക്കാം. കൂട്ടുകാരെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡുകൾ റീപോർട്ട് ചെയ്ത് കണ്ടു. യെല്ലോ ഒക്കെ ഒരു ഇത് മാത്രം, ഒരു ചെടി മാത്രമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ പോട്ടിലും. ഓറഞ്ച് റെഡിനെ ഞാൻ അത്രയും സ്പ്ലിറ്റ് ചെയ്തില്ല, കാരണം അതിൻ്റെ കടയ്ക്കിൽ നിന്നൊക്കെ പുതിയ ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുതിയ മൊട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഭാഗം പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പം മൊട്ടുൾപ്പെടെ അത് ആ സ്പൈക്ക് അങ്ങ് പൊട്ടിപ്പോക്കും. ഇതാ കണ്ടു, പുതിയ സ്പൈക്കൊക്കെ താഴെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളതിനെ ബലം പ്രയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതുപോലെ അടുത്തിരുന്ന ചെടികളാവുമ്പോൾ നമുക്കത് വേർപെടുത്താൻ ബുദ്ധിമുട്ടാണ്. അതേസമയം യെല്ലോയിലാണെങ്കിൽ അധികം ഉണ്ടായിരുന്നില്ല ചെടികൾ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് വെക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പം 2 ചെടിച്ചട്ടി കൊണ്ടുവന്ന് 2ലുള്ള ചെടികളെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എനിക്ക് 10 എണ്ണത്തിലായിട്ട് 10 പോട്ടിലായിട്ട് ഞാനിപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡിനെ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുകയാണെങ്കിൽ 2 ചെടിച്ചട്ടിയിലുള്ളതിന് ഞാനിപ്പോൾ 10 പോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും 1 മാസം കഴിയുമ്പോൾ ഇതിലെല്ലാം ഇതിൻ്റെ ചെറിയ ചെറിയ ചെടികളൊക്കെ വന്ന് തുടങ്ങും, പൂവിട്ട് തുടങ്ങും. ഇതിലെല്ലാം സ്പൈക്ക് നിൽക്കുകയാണ്. ചിലതിൽ സ്പൈക്ക് ഇപ്പോൾ ഉണ്ട്, മുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇത് യെല്ലോ ആണ്. യെല്ലോ വളരെ റെയറായിട്ടേ നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ. എന്താവും സ്ഥിതി എന്നറിയില്ല. എന്തായാലും ഞാൻ മാറ്റി വെച്ചു, കാരണം അതിൻ്റെ മണ്ണിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നറിയാനും കൂടെ വേണ്ടിയിട്ടാണ്. മഴക്കാലമായിട്ടും ഇന്നൊരു തോർച്ചയുള്ള ദിവസമാണ് നമ്മളിന്ന് ഇതിനെ എടുത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ ചെടിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഒരു സംശയം, ഇനിയിപ്പോൾ ഇത് വല്ല ഡാമേജ് ആവുമോ, അങ്ങനെയാണെങ്കിൽ അതിനെ നോക്കണമല്ലോ എന്ന് കരുതിയാണ്. ഇനി മഴ കൊണ്ട് മഴയത്ത് വെക്കുകയാണെങ്കിൽ വല്ല വിഷയമൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിന്നതൊക്കെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റിപ്പോർട്ടിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്ങനെ നമുക്ക് ഇതൊക്കെ വലിയ വില കൊടുത്ത് മേടിച്ചതാണ്. ഇപ്പോൾ വില എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ചെടിക്കൊക്കെ 350 രൂപ പറഞ്ഞ് 300 രൂപയ്ക്കൊക്കെ കിട്ടിയതാണ്. യെല്ലോയും ഈ റെഡ് ഓറഞ്ചും കോസ്റ്റ്ലിയാണ്. യെല്ലോ പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കാലമൊക്കെ നിൽക്കും. ഇപ്പം ഇന്ന് അതിലൊരു സ്പോട്ടൊക്കെ വന്നിരിക്കുന്നു, ഡാമേജായി തുടങ്ങി ഫ്ലവർ. ഇത് ഡാമേജ് ആയതാണ്. അതിൽ തന്നെ ഒരു മൊട്ട് വിരിയാനും ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ജോലികളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു മഴക്കാലമായിട്ട് കൂടെ ഞാൻ ഇന്ന് കണ്ട ഈ ഒരു മഴയില്ലാത്ത സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ഗ്രൗണ്ട് ഓർക്കിഡുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്ന സന്തോഷം ഉണ്ട്. നമ്മളിപ്പോൾ കണ്ട ചകിരിയെല്ലാം ഇതിനകത്തോട്ടിട്ടു. അപ്പം വളരെ ലൈറ്റ് വെയിറ്റായി. നമുക്കിപ്പം കൊണ്ട് നടക്കാനാണെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ ആണെങ്കിലും വളരെ സൗകര്യമുള്ളത്. അതിൽ കണ്ട് കുറച്ചും കൂടെ മണ്ണിടണം. അപ്പോൾ അതുപോലെ നമ്മൾ സാഫാണ് നമ്മൾ നടന്ന നേരത്ത് കൊടുക്കുള്ളൂ. ഇത് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം വളം കൊടുത്താൽ മതി. ഞാൻ ഈ ഗ്രീൻ കെയറിൻ്റെ വളം നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 2 ആഴ്ചയിലൊരിക്കൽ ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കാമെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലവറുകളൊക്കെ നമുക്ക് ലഭിക്കും. നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള സ്പൈക്കുകൾ വന്ന് ഫ്ലവർ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്
അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.